വർക്കിംഗ് സമയത്ത് അപ്ലൈ ഉണ്ടാവണം. ക്ലീൻ ചെയ്യണ ആവശ്യങ്ങൾക്ക് നമുക്ക് പുറത്തെടുത്ത് ക്ലീൻ ചെയ്യാം. ഉപയോഗിക്കുന്ന സമയത്ത് അപ്ലൈ അതിൽ രണ്ടത് ഉണ്ടാവണം. അതിന്റെ മുകളിലാണ് നമ്മൾ സാധനം വെക്കുക. 3-4 സാധനം അല്ലേ? എല്ലാം അതിന്റെ മുകളിൽ. ഇതില് ഈ ഒരു മേലത്തെ ഒരു വരിയാണ് നമ്മൾ നോക്കേണ്ടത്. ഈ ലൈന് മൈക്രോ ഗ്രില്ല് കൺവെക്ഷൻ, ഇങ്ങനെ ഒരു 3 സ്വിച്ചാണ് വരുന്നത്. ഇതിൽ ഫസ്റ്റത്തെ ഓപ്ഷൻ വരുന്നത് മൈക്രോ എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. മൈക്രോ എന്ന് പറഞ്ഞാൽ ചൂടാക്കാല്ലത്, വെള്ളം ചൂടാക്കുക, കറി ചൂടാക്കുക, ചോറ് ചൂടാക്കുക, എല്ലാം ചൂടാക്കല് മൈക്രോയിലാണ്. മൈക്രോ സെലക്ട് ചെയ്യുമ്പോൾ 900 വരും. അത് ചൂടിന്റെ അളവാണ്. മാക്സിമം ചൂടിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ നമുക്ക് അത്ര ചൂട് വേണ്ടെന്ന് ഇപ്പൊ ഈ ലോ ഫ്ലെയിമിൽ ചൂട് കുറച്ച് ചെയ്യൂലേ, അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ മൈക്രോനെ വീണ്ടും വീണ്ടും നിൽക്കിയിട്ട് ചൂടിന്റെ അളവ് കുറച്ച് വെക്കണ്ടില്ല. വാട്സ് ഇങ്ങനെ കുറഞ്ഞു വരും. 540 ഇപ്പൊ ഈ 360 നമ്മള് പിന്നെ ഫ്രീസറിന് എടുത്തൊക്കെ ഡീഫ്രോസ്റ്റ് ചെയ്യാനൊക്കെ 360 മതി. അതുപോലെ വെണ്ണ ചോക്ലേറ്റ് ഒക്കെ മെൽറ്റ് ചെയ്യണമെങ്കിൽ 180 മതി. അങ്ങനെ ചെറിയ ചെറിയ ആവശ്യങ്ങളൊക്കെ നമുക്കിത് കുറച്ചിട്ട് ചെയ്യാം. അല്ല ഒരു പെട്ടെന്ന് ഒരു സാധനം പെട്ടെന്ന് ചൂടാക്കാനും മൈക്രോ 900 തന്നെയാണ് ചെയ്യേണ്ടത്. 900 കൊടുക്കുക. ഇവിടെ ഇങ്ങനെ നോബ് തിരിച്ചിട്ട് ടൈം കൊടുക്കുക. എത്രയും വേണ്ടി ടൈം കൊടുക്കുക, സ്റ്റാർട്ട് കൊടുക്കുക, വർക്ക് ചെയ്യാൻ തുടങ്ങും. ചൂടാക്കാൻ എത്ര സമയമാണ് ടൈം നമുക്ക് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണ്. അത് നമുക്ക് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. നമ്മൾ വെക്കുന്ന സാധനത്തിന്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. പിന്നെ ഒരു ഗ്ലാസ് വെള്ളം വെച്ചാൽ ഒരു മിനിറ്റ് 1.5 മിനിറ്റ് ഒക്കെ മതി. പക്ഷെ ഒരു ഗ്ലാസ് ബോളിലാണ് വെള്ളം വെക്കുന്നത് വെച്ചാൽ 5 മിനിറ്റ് 8 മിനിറ്റ് കൊടുക്കണം. അപ്പൊ നമ്മൾ വെക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് സമയം മാറിക്കൊണ്ട് തുറന്നു നോക്കാൻ പറ്റും നമുക്ക്. ഇടയ്ക്കെടുത്ത് നമുക്ക് തുറന്നു നോക്കാം. ഏത് പ്രശ്നമില്ല. ഓൺ ആക്കുക, സ്റ്റാർട്ട് കൊടുക്കുക, പവർ ടൈം കൊടുക്കുക, സ്റ്റാർട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കാണ്. ഈ വർക്കിനെ അടി കൊടുത്താൽ തുറക്കാൻ പറ്റും. നമുക്ക് ചൂട് വരും? ഇല്ല, ഒന്നും ആവില്ല. ചൂടായിട്ടുണ്ടോ സമയത്തിന്റെ പ്രശ്നമല്ല. കാരണം ഏത് സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്നു നോക്കിയാൽ മതി. മൈക്രോ ഞെക്കിയതിനു ശേഷം ടൈം മൈക്രോ കൊടുക്കുക, ടൈം കൊടുക്കുക, സ്റ്റാർട്ട് കൊടുക്കുക. ടൈം എവിടെ? അതാണ് ടൈം. ഇതിൽ വരുന്ന സമയം വീഡിയോ അല്ലേ, വീഡിയോ പിന്നെ കേട്ടാ മതി. രണ്ടാമത്തെ ഗ്രില്ല് എന്ന് പറഞ്ഞാല് അൽഫാം ഗ്രിൽ ചിക്കൻ ഒക്കെ ഉണ്ടാക്കൂല, അങ്ങനത്തെ ഗ്രില്ല് ചെയ്യാനാണ്. ഗ്രില്ല് കൊടുക്കുക, നേരെ തിരിച്ചിട്ട് ടൈം കൊടുക്കുക, സ്റ്റാർട്ട്. ഒരു ഷവായ ഒക്കെ ഉണ്ടാക്കുന്ന എത്ര സമയം? അത് ഇപ്പൊ ഹാഫ് വേവിച്ചിട്ടും വെക്കാം, വേവിക്കാതെ വെക്കാം. ഈ ഗ്രില്ല് എന്ന് പറഞ്ഞ ഓപ്ഷനില് നമ്മൾ വേവിച്ചിട്ടാണ് വെക്കാം. ഈ സ്വിച്ച് ഒരട്ടം നെക്കി കഴിഞ്ഞാൽ ഗ്രില്ലിനോട് വരുന്നില്ലേ, ഇതിൽ നമ്മൾ ഹാഫ് വേവിച്ചിട്ടാ വെക്കാം. കാരണം ഇതിന്റെ ഉള്ളു ശരിക്കും വേവില്ല, പുറം ഭാഗം കറക്റ്റ് ചൂടാവുള്ളൂ. അപ്പൊ ഇതില് നമ്മൾ ഗ്രില്ലില് കൊടുക്കുമ്പോ ഹാഫ് വേവിച്ചിട്ട് വെക്കുക, ഗ്രില്ല് കൊടുക്കുക, ടൈം കൊടുക്കുക, സ്റ്റാർട്ട് കൊടുക്കുക. അതെല്ലാം നമ്മൾ വേവിക്കാതെ ഡയറക്റ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗ്രില്ല് എന്നുള്ള സ്വിച്ച് 3 തവണ സെലക്ട് ചെയ്യാം. 1, 2, 3 ഇങ്ങനെ 3 തവണ സെലക്ട് ചെയ്തിട്ട് മൈക്രോ സെലക്ട് ചെയ്യാം. അപ്പൊ 180 വരും. അതിന് ഉള്ളിൽ എത്രത്തോളം വേവണം എന്നുള്ളതിന്റെ ഒരു അളവാണത്. ഉള്ളു നല്ല വേവണം എന്നുണ്ടെങ്കിൽ 360 വരെ നമ്മൾ വീണ്ടും മൈക്രോനെ നെക്കിയിട്ട് നല്ലോണം വന്നിട്ടുണ്ടെങ്കിൽ ഉള്ളു നല്ല വേവണമെങ്കിൽ 360 വരെ കൂട്ടി കൊടുക്കാം. എന്നിട്ട് ടൈം കൊടുക്കുക, സ്റ്റാർട്ട് കൊടുക്കുക. ഇങ്ങനെ ചെയ്ത് കോമ്പിനേഷൻ അതിന് പറയാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാല് ഉള്ളും പുറം ചൂടായി കിട്ടും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് സമയം കുറച്ച് കൊടുത്താൽ മതി ഗ്രിൽ ചിക്കനൊക്കെ. അപ്പൊ അതായത് ഒരു 20 മിനിറ്റ് ഒക്കെ കൊടുത്തു നോക്കാം. എന്നിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ ലാസ്റ്റത്തെ കൺവെക്ഷൻ, കേക്ക് ഉണ്ടാക്കാല് ബേക്കിൽ ഓപ്ഷനാണ്. കൺവെക്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ 180 വരും. അത് ഒരു ചൂടിന്റെ അളവാണ്. 180 ഡിഗ്രിയിൽ തന്നെയാണ് ഒരു കേക്കൊക്കെ ഉണ്ടാക്കുക. ചില കേക്കിന്റെ ടെമ്പറേച്ചർ കുറക്കാനോ കൂട്ടാനോ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ നോബ് തിരിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോണ കേക്കിന്റെ ടെമ്പറേച്ചർ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 2 പ്രാവശ്യം സ്റ്റാർട്ട് കൊടുക്കാം. അപ്പൊ PRH വരും, പ്രീ ഹീറ്റ് ആണ്. ഉള്ളു ചൂടായി കൊണ്ടിരിക്കാണ്. എന്നിട്ട് കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഇതിന്റെ ഉൾഭാഗം നമ്മൾ ആദ്യം പ്രീ ഹീറ്റ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം കൺവെക്ഷൻ കൊടുക്കുക, നമ്മൾ ഡിഗ്രി മാറ്റം വരുത്തുക, അല്ലെങ്കിൽ മാറ്റം വരുത്തിയതിന് ശേഷം 2 വട്ടം സ്റ്റാർട്ട് കൊടുക്കുക. എന്നിട്ട് 10 മിനിറ്റിനുള്ളിൽ PRH ഡിസ്പ്ലേന്ന് പോകും. അപ്പോഴാണ് നമ്മൾ തുറന്നിട്ട് തുറക്കുക, സാധനം വെക്കുക, അടക്കുക, എന്നിട്ട് ടൈം കൊടുക്കുക, സ്റ്റാർട്ട് കൊടുക്കുക. അങ്ങനെയാണ് ചെയ്യുന്നത്. സമയം നമ്മൾ കണ്ടുപിടിക്കണം എത്ര സമയമാണെന്നുള്ളത്. അതെ, സമയം നമ്മൾ ഏകദേശം നമുക്ക് അറിയണം. അതില്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കണം. കാരണം ഈ ഗ്രില്ല് ഒന്നുകൂടി പറഞ്ഞോ. ഗ്രില്ല് കൊടുക്കുക, ടൈം കൊടുക്കുക. വേവിച്ചതിന് ശേഷം നമ്മള് ഗ്രില്ലിലിടുക. ഹാഫ് വേവിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഗ്രില്ല് കൊടുക്കുക, ടൈം കൊടുക്കുക, സ്റ്റാർട്ട് കൊടുക്കുക. അല്ല വേവിക്കാതെ എന്നുണ്ടെങ്കിൽ 3 തവണ സെലക്ട് ചെയ്യാം. അപ്പൊ എങ്ങനെ അത് തിരിച്ചു ഇങ്ങനെ വരും. മൈക്രോ ആക്കിയിട്ട് ഗ്രില്ല് 3 തവണ സെലക്ട് ചെയ്യാം. മൈക്രോ ആക്കിയിട്ട് 360 വരെ കൂട്ടി കൊടുക്കുക, ടൈം കൊടുക്കുക, സ്റ്റാർട്ട് കൊടുക്കുക. പിന്നെ ഇതൊക്കെ ഓട്ടോ ബുക്കാണ്. ആ ബുക്കിൽ ഇതിന്റെ കൂടെ ഒരു പേപ്പർ ഇട്ടില്ല, അതിൽ QR കോഡ് ഉണ്ടാവും. അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാല് കുറച്ച് ഫുഡ് ഐറ്റംസ് കിട്ടും. ഡയറക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ. ഹലോ ഇപ്പൊ ഡിഗ്രി വരും. ആ ഡിഗ്രി എത്ര, നമ്മളെ കേക്കിന്റെ ഡിഗ്രി എത്ര വെച്ചാൽ അത് സെറ്റ് ചെയ്ത് കൊടുക്കാം. 180 ആണെങ്കിൽ ഒരുവിധം കേക്ക് 180 തന്നെ വരിക. ചില കേക്ക് കുറക്കാനോ കൂട്ടാനുണ്ടെങ്കിൽ നമ്മൾ ഈ നോബ് തിരിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോണ കേക്കിന്റെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം. എന്നിട്ട് 2 പ്രാവശ്യം സ്റ്റാർട്ട് കൊടുക്കാം. ഇതൊരു 10 മിനിറ്റിനുള്ളിൽ ഉള്ളു ചൂടായി കഴിഞ്ഞാല് PRH ഒരു ബീപ്പ് സൗണ്ട് വന്നിട്ട് ഇവിടുന്ന് പോകും. അപ്പൊ നമ്മൾ തുറന്നിട്ട് സാധനം വെക്കുക. സാധനം വെച്ചതിന് ശേഷം അടക്കുക, ടൈം കൊടുക്കുക. 10-20 മിനിറ്റ് നമുക്ക് തോന്നിയ ടൈം കൊടുക്കുക, സ്റ്റാർട്ട് കൊടുക്കുക.
ഇത് വർക്ക് ആയി